ഇത് ഷാരോൺ ബാബു, കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ് കക്ഷി. ഒരു നിമിഷവും പാഴാക്കാറില്ല. പേനയും പേപ്പറുമൊക്കെയായി നഗരത്തിൽ റോന്തു ചുറ്റലാണ് ഇയാൾ. തലസ്ഥാനത്തെ കാര്യവട്ടം ക്യാമ്പസിലെ MSc കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥി. പ്രകൃതിയിൽ കാണുന്നതൊക്കെ ക്യാൻവാസിൽ പകർത്തിയാണ് തുടക്കം. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തെ മൊത്തത്തിൽ ക്യാൻവാസിലാക്കാനുള്ള ശ്രമത്തിലാണ്. നഗരത്തിന്റെ ഓരോ കോണിലും ഷാരോണെത്തും. പിന്നെ വര തുടങ്ങും. നിമിഷങ്ങൾക്കകം ചിത്രം റെഡിയാണ്. ഒരു 6 കൊല്ലം ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തും ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2021 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഈർക്കിൾ കൊണ്ട് സ്മോളസ്റ്റ് സ്റ്റെൻസിലായിട്ട് ചെയ്തതിനാണ് കിട്ടിയത്. ചിത്രങ്ങളിൽ വസന്തം തീർക്കുന്ന ഷാരോണിന് ഒരാഗ്രഹമാണുള്ളത്: തന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിന് വയ്ക്കാനൊരു വേദി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. ഗോകുൽ, മനോഹരമായി ചിത്രം വരയ്ക്കുന്നുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ക്യാൻവാസിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ആ വര ഗോകുൽ കണ്ടിട്ടുണ്ടോ? പറയൂ. പൂജ, പറയുകയാണെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് റീൽസിലൊക്കെ കാണാറുണ്ട് ഇത്തരത്തിൽ ഒരാളെ കണ്ടിട്ട് പെട്ടെന്ന് ചിത്രം വരച്ചിട്ട് ആളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത ആദ്യം അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. ഒരാൾ അവിടെ വന്ന് നിന്ന് ചിത്രം വരയ്ക്കുന്നു. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്നിട്ട് ചിത്രം വരയ്ക്കുന്നു. അതായിരുന്നു നമുക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത്. നമ്മളപ്പോൾ ആ സ്പോട്ടിൽ പോയി ആളെ കണ്ടു, ആൾ ചിത്രം വരയ്ക്കുന്നു, മിനിറ്റുകൾക്കകം ആ ചിത്രം പൂർത്തീകരിക്കുന്നു. അപ്പോൾ ആളുടെ ഒരു പുസ്തക ശേഖരമുണ്ട്, ആൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട്. അപ്പോൾ നമ്മളത് കാണുമ്പോഴാണ് എത്രത്തോളം ആ നഗരം മൊത്തത്തിൽ ആൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കിഴക്കേക്കോട്ട, തിരുവനന്തപുരം മൃഗശാല, മ്യൂസിയം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രകൃതി രമണീയമായ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്ക് കളക്ഷനകത്തുണ്ട്. അപ്പം കോഴിക്കോട് നഗരം, ഞാൻ പറഞ്ഞ ആൾ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പം കോഴിക്കോട് നഗരം അടക്കമുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട്. എല്ലാം മിനിറ്റുകൾക്കകം വരച്ച് തീർത്തിട്ടുള്ളതാണ്. അപ്പം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആകുന്നതേ ഉള്ളൂ. ഇവിടെ കാര്യവട്ടം ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ കിട്ടിയ സമയത്തിനകത്ത് ചിലപ്പോൾ ശനിയാഴ്ചയാകാം, ഞായറാഴ്ചയാകാം, വളരെ ചുരുക്കം സമയം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ നിന്നുകൊണ്ട് തന്നെയാണ് ആ ചിത്രം വരയ്ക്കുന്നത്. ആളുകളെയും വരയ്ക്കാറുണ്ടപ്പം നമുക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് അധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ ചിത്രങ്ങൾ പകർത്തുവാനായിട്ടുള്ള നമ്മുടെയും തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ പകർത്തിയിട്ടുള്ള വളരെ ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശേഖരം കമനീയമാണ്. തിരുവനന്തപുരം നഗരത്തെ ഏറെക്കുറെ ക്യാൻവാസിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റെൻസിൽ ആർട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ആയിട്ടുള്ള മെസ്സിയുടെ ചിത്രം ചെയ്തിട്ടുള്ള ഒരു സ്റ്റെൻസിൽ ആർട്ടിന് ഓൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡുകളിൽ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഒരു വേദി ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും ഗോകുൽ, അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയുണ്ട്. അത് സാധിക്കട്ടെ. നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്. ഞാൻ ആ വരയായിരുന്നു നോക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളെയും ഇങ്ങനെ ക്യാൻവാസിലാക്കി അങ്ങനെ പോവുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ശരി ഗോകുലേ.